ഞാൻ ബി ജെ പിയോടാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടായിരുന്നോ? അതിൽ പറയുന്നത് തിരുവനന്തപുരത്തെ മുഴുവൻ യുവജനങ്ങൾക്കും നൈപുണ്യ പദ്ധതിയിലൂടെ ജോലി കൊടുക്കുമെന്ന. അത് തന്നെ ഒരു ശുദ്ധ വിഡ്ഢിതരമല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് ഇരട്ടിയുടെ ഇരട്ടി എന്താണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെ ജോലി കൊടുക്കും? അതിന് എവിടെയെങ്കിലും എവിഡൻസ് ഉണ്ടോ? അടുത്ത CPM-നോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നാ പകൽ വെളുക്കാനായിട്ട് 10 വർഷം വേണ്ടി വന്നു? സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾക്കെതിരെ നിങ്ങൾ സമരം നടത്തിയില്ലേ? ഇന്ന് പറയുകയാണ് സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ വരണമെന്ന്. അത് പാവപ്പെട്ട മനുഷ്യരെ ഉമ്മൻചാണ്ടി സാറിനെ നിങ്ങൾ കരികോടി കാണിച്ചത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിന്റെ പേരിലല്ലേ? ഇതിന് നിങ്ങൾക്ക് യുവജനങ്ങളായ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതെ, എനിക്ക് BJP അദ്ദേഹത്തിനോട് ചോദ്യം. ഇപ്പോൾ മേഗാ കമ്പനി പോലുള്ള കൺസൾട്ടിംഗ് കമ്പനി പോലുള്ള കമ്പനികളിൽ നിന്നും കുത്തക മുതലാളിമാരിൽ നിന്നും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് കോടികൾ ഇപ്പോൾ BJP-യുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയാണോ അതോ BJP-യുടെ മുതലാളിമാരുടെ വികസനത്തിന് വേണ്ടിയാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചേട്ടാ, മൊത്തത്തിൽ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് 1957 ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളാണ് ജയിച്ചിട്ടുള്ളത്, വേറെ ആരും ജയിച്ചിട്ടില്ല. ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തി എന്നുള്ള വിവരം അവർ പറയണം. ഒരു മൂന്നാമത് ഒരു BJP-ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ, അവർ പറയാതെ ശ്രദ്ധിക്കണ്ട. പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. ഇവിടെ കയ്യടിക്ക് വേണ്ടിയല്ല പറയുന്നത്, ചേട്ടൻ പറഞ്ഞോ. കയ്യടിക്ക് വേണ്ടിയല്ല പറയുന്നത്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിന്റെ വികസനത്തിന് വേണ്ടി. ആര് വരണം ഇവിടെ പറയുന്നത് നരേന്ദ്രമോദി ഒരു പൈസയും കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. നരേന്ദ്രമോദി കൊടുത്ത പൈസ എനിക്കറിയാം. ടൂറിസം വില്ലേജ്, കലയിൽ തോട് നവീകരണം 2.25 കോടി രൂപ കൊടുത്തു. നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു. അതെ, ടൂറിസം വില്ലേജ് 2 കോടി രൂപ. ഇതെല്ലാം പുട്ടടിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവര്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ട്. ഞാൻ എന്റെ ഒരു ആയുസ്സുകാലം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. മനസ്സിലായി. അപ്പം എന്താ സാധ്യത പറഞ്ഞോ. ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങളിൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നും പറയുന്നില്ല, അവരുടെ നയവും പറയുന്നില്ല. ഇവര് ജയിച്ചാൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും വിദ്യാർത്ഥികളുടെയും തൊഴിലില്ലാതെ നിൽക്കുന്ന യുവാക്കളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഏത് മുന്നണി വന്നാലാണ് ഇത് സാധ്യമാവുക? സാധിക്കും എന്നാണ് ഞാനും ചോദിക്കുന്നത്. ഇവിടെ ഞാൻ അപ്പുറത്ത് പോയി, മറ്റൊരാൾ ഇപ്പുറത്ത് വന്നു, കോൺഗ്രസിൽ ചേർന്നു, കമ്മ്യൂണിസ്റ്റിൽ ചേർന്നു, BJP-യിൽ ചേർന്നു. ഇതേ പ്രശ്നമായിട്ടുള്ളൂ. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി 3 രാഷ്ട്രീയ കക്ഷികളും എന്ത് ചെയ്യും എന്നതാണ് വിഷയം.